മിനിസ്റ്റർ ഇപ്പം ഈ ട്രെയിനിൽ സഞ്ചരിക്കേണ്ട എൻ്റെ കൂടെ മിനിസ്റ്റർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അപ്പോൾ മിനിസ്റ്റർ ഇപ്പം അഡ്മിറ്റ് ചെയ്യാൻ പോകും. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്ന പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുക, ഞങ്ങൾക്ക് പ്രതിഷേധിച്ചു. പക്ഷേ കയ്യേറ്റം ചെയ്യാന്നുള്ള ശരിയല്ലല്ലോ ജനാധിപത്യം. സമരക്കാരുടെ ഭാഗത്ത് സമരക്കാരൻ ആക്രമിച്ചു, പിന്നെ ആക്രമിക്കാൻ. അപ്പൊ സമരക്കാർ കയ്യേറ്റം ചെയ്തു, കഴുത്തിന് പരിക്കും. ഞാൻ അദ്ദേഹത്തെ കാത്തിവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന് പരിക്ക് പറ്റി, ഈ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അതിപ്പോൾ ഏതാണ്ട് അങ്ങനെ തന്നെ കാണുന്നത്. മന്ത്രിമാർക്കെതിരെ കരിങ്കൊടിയും സമരവും നടത്തിയ ആൾക്കാരാണ് നമ്മളൊക്കെ അതിന്റെ പ്രൊഡക്ട്സായി വന്ന ആൾക്കാരാണ്. പക്ഷേ ഈ രീതിയിൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നവരുടെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല, അത് അപലപിക്കപ്പെടേണ്ടതാണ്. സ്പീക്കർ എൻ ശംസീറിന്റെ പ്രതികരണമാണ് കണ്ടത്. ബിജീഷ് ഗോവിന്ദനിലേക്ക് ഒരിക്കൽ കൂടി. ബിജീഷ്, പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് അത് ജനാധിപത്യപരമായ ഒരു അവകാശമാണ്. അത് അക്രമാസക്തമാകുന്ന ഇടത്താണ് പ്രശ്നം. ഇതാണ് സ്പീക്കർ പറഞ്ഞ വാക്കുകളാണ് തന്നെയാണത്. അതായത് പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട്. ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് നിന്ന് മന്ത്രി കണ്ണൂരിലേക്ക് വരുന്ന ഘട്ടം പല മേഖലകളിലായിട്ട്, അതായത് ആദ്യം തലശ്ശേരി കൊടുവള്ളിയിലാണ് പ്രതിഷേധം അരങ്ങേറിയത്. അത് കഴിഞ്ഞ് മട്ടന്നൂരിലും പിന്നീട് ഇരിക്കൂർ പാലത്തിന് സമീപത്തും വെച്ചും, അത് കഴിഞ്ഞ് പയ്യാവൂരിൽ കല്യാട് എന്ന് പറയുന്ന സ്ഥലത്തെ ആയുർവേദ അന്താരാഷ്ട്ര ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് പെരിങ്ങോത്തേക്ക് പോകുന്ന വഴിയിൽ പയ്യാവൂരിൽ വെച്ചും പെരിങ്ങോത്തെത്തുന്ന ഘട്ടത്തിലും യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങൾ സമാധാനപരമായിരുന്നു. പോലീസ് ഇടപെട്ട പല സ്ഥലങ്ങളിലും പ്രവർത്തകരെ മാറ്റുന്നൊരു സാഹചര്യവും, അത് കഴിഞ്ഞ് പെരിങ്ങോത്ത് യൂത്ത് ലീഗുകാരെ CPM പ്രവർത്തകർ മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങാനിരുന്ന മന്ത്രിയെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാനെത്തിയത്. ഈ പ്രതിഷേധമാണ് ഒടുവിൽ അക്രമാസക്തമായി മാറിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ഏതായാലും മന്ത്രി ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ പരിശോധനയിലാണുള്ളത്. ഇവിടെ CPMന്റെ നേതാക്കന്മാരും പ്രവർത്തകരും എത്തുന്നുണ്ട്. വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരതിൽ പുറപ്പെടാനിരുന്ന മന്ത്രി യാത്ര ഒഴിവാക്കിയിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന സ്പീക്കറാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. സ്പീക്കർ ഇടപെട്ട് മന്ത്രിയെ ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ട മന്ത്രിയെ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകി. ഒപ്പം തന്നെ മന്ത്രി അവിടെ വെച്ച് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അവരെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നുള്ള നിർദ്ദേശം സ്പീക്കർ നൽകിയതിന് പിന്നാലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മന്ത്രിയെ മാറ്റി. മന്ത്രി ഇപ്പോൾ എമർജൻസി വിഭാഗത്തിൽ പരിശോധനയിലാണുള്ളത്. അവരുടെ കഴുത്തിനും അതുപോലെ തന്നെ കൈയിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അതായത് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. കഴുത്ത് മന്ത്രി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കഴുത്തിന് നല്ല തരത്തിലുള്ള വേദന അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. അത് കേട്ട ഉടനാണ് സ്പീക്കർ ഈ വിഷയത്തിൽ ഇടപെട്ട് മന്ത്രി ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റണം, യാത്ര ക്യാൻസൽ ചെയ്യണമെന്നുള്ള നിർദ്ദേശം എൻ ഷംസീർ നൽകുന്നത്. അതിന് പിന്നാലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് തന്നെയുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് മന്ത്രിയെ മാറ്റുകയായിരുന്നു. മന്ത്രി എത്തിയ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ വലിയ തരത്തിലുള്ള നാട്ടുകാരും അതുപോലെ CPM പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കന്മാരുമായിട്ടുള്ള ആൾക്കാർ ഇവിടെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ സുരക്ഷയ്ക്കായി പോലീസിനെയും വിന്യസിച്ചിരിക്കുകയാണ്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അതുലിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചത്. രാവിലെ മുതൽ പല മേഖലകളിലായിട്ട് തലശ്ശേരിയിലും മട്ടന്നൂരിലും പിന്നീട് ഇരിക്കൂറിലും അത് കഴിഞ്ഞ് പയ്യാവൂരിലും പെരുങ്ങത്തൂരുമൊക്കെ പെരുങ്ങോത്തൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മന്ത്രിക്കെതിരെ നടന്നിരുന്നു. സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളും നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കണ്ണൂർ ജില്ലയിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം മന്ത്രിക്കെതിരെ അരങ്ങേറിയത്. ഏതായാലും ഈ കണ്ണൂരിൽ അവസാനം റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വെച്ച് നടന്ന പ്രതിഷേധം ഇത്തരത്തിൽ ആക്രമിക്കുന്ന തരത്തിലേക്ക് മാറിയെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവർക്ക് ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അനീഷ.